PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചും അതുപോലെ നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നവംബർ 20-ന് ആരംഭിക്കും. ഈ മാസം ഗുണഭോക്താക്കൾക്ക് 3600 രൂപ വീതമാണ് ലഭിക്കുക. വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ 2000 രൂപയും മുൻപുണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഗഡുവായ 1600 രൂപയും ചേർത്താണ് 3600 രൂപ വീതം ലഭിക്കുക. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 21ാമത്തെ ഗഡുവിന് കോടിക്കണക്കിന് കർഷകരാണ് കാത്തിരിക്കുന്നത്. 20 ഗഡുക്കളായി ഇതുവരെ 40,000 രൂപയാണ് കർഷകർക്ക് ലഭിച്ചിട്ടുള്ളത്. 2025-ലെ ആദ്യ ഗഡു വിതരണം നടന്നത് ഫെബ്രുവരി 24-നും രണ്ടാമത്തെ ഗഡു വിതരണം നടന്നത് ആഗസ്റ്റ് 2-നുമാണ്. ഇനി മൂന്നാമത്തെ ഗഡു വിതരണമാണ് നടക്കാനുള്ളത്. തെറ്റായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ലക്ഷക്കണക്കിന് ആളുകളെ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുള്ളതിനാൽ നിലവിലുള്ള ഗുണഭോക്താക്കളുടെ പൂർണ്ണമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ 21ാമത്തെ ഗഡു വിതരണം ആരംഭിക്കൂ. കിസാൻ സമ്മാൻ നിധി അനർഹരായി കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ വലിയ പരിശോധനകളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരേ സമയം ആനുകൂല്യങ്ങൾ ലഭിച്ചതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള 29 ലക്ഷം അക്കൗണ്ടുകളാണ് ഉള്ളത്. സംസ്ഥാന ജില്ലാ അധികാരികളുടെ സഹായത്തോടെ ഈ കേസുകൾ പരിശോധിച്ചു വരികയാണ്. PM കിസാൻ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് തെറ്റായി ലഭിച്ചുവെന്ന് ബോധ്യപ്പെട്ടാൽ സർക്കാർ അവരെ പുതിയ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കും. അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും. ഇത്തവണ വരാനിരിക്കുന്ന ഗഡു അർഹരായ കർഷകർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ആധാർ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവ പരിശോധിക്കുന്നു. ആധാർ നമ്പർ, ഭൂമി രേഖകൾ, ബാങ്ക് അക്കൗണ്ട് ലിങ്കിംഗ് തുടങ്ങിയ വിശദാംശങ്ങളിലെ പൊരുത്തക്കേട് ഉണ്ടായാൽ ചില കർഷകർക്ക് താൽക്കാലികമായി അവരുടെ യോഗ്യത നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ അടുത്ത പേയ്മെന്റ് നഷ്ടപ്പെടാതിരിക്കാൻ രജിസ്റ്റർ ചെയ്ത കർഷകരോട് PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. PM കിസാന്റെ 21ാമത്തെ ഗഡുവിന്റെ വിതരണം നവംബർ ആദ്യ വാരങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നവംബർ 10-നുള്ളിൽ തന്നെ വിതരണം ഉണ്ടായേക്കുമെന്നും സൂചിപ്പിക്കുന്നു. ക്ഷേമ പെൻഷൻ സംബന്ധിച്ച വിവരങ്ങൾക്കും PM കിസാനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്.